ഇതേ കണ്ട MC-യിലേക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധനം ദേ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത പരിപാടി 4 ഇഞ്ച് 4kg പൈപ്പ് 50 സെന്റിമീറ്റർ നീളത്തിലും അതുപോലെ തന്നെ 2 ഇഞ്ച് PVC 4kg പൈപ്പ് 50 സെന്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ തോക്കിന് എത്രത്തോളം നീളം വേണോ അത്രത്തോളം നിങ്ങൾക്ക് പൈപ്പിന്റെ അളവ് കൂട്ടാവുന്നതാണ്. എന്നാലും ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ 50 സെന്റിമീറ്റർ നീളത്തിന് കട്ട് ചെയ്തെടുത്ത 4 ഇഞ്ച് 4kg പൈപ്പിൽ ഹൈ ബോണ്ടിന്റെ പശ തേക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ലൈറ്റർ കയറ്റി സെറ്റ് ചെയ്ത് വെച്ച റെഡ്യൂസർ ഈ പശ തേച്ച ഭാഗത്തേക്ക് കയറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ലൈറ്റർ എപ്പോഴും വല സൈഡിൽ വരണം. അത് നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയായിരിക്കും. ഇനി നമ്മൾ ഈ പൈപ്പിന്റെ മറു സൈഡിൽ പശ തേച്ചിട്ട് 4-2 മറ്റേ റെഡ്യൂസർ ഇവിടെ കയറ്റി കൊടുക്കും. ഇപ്പം നമ്മളെ തോക്കിന്റെ മധ്യഭാഗം ഏകദേശം റെഡിയായി. ഇനി നമ്മൾ അടുത്ത പരിപാടി 2 ഇഞ്ച് PVC പൈപ്പ് ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് അതിന്റെ ഒരറ്റത്ത് പശ തേച്ച് നമ്മൾ 2 ഇഞ്ച് FTA അതിലേക്ക് ഘടിപ്പിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അതിന്റെ മറ്റേ സൈഡിൽ പശ വെച്ചിട്ട് അതിലേക്ക് 2 ഇഞ്ചിന്റെ എൽബോ കയറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ 2 ഇഞ്ചിന്റെ ചെറിയ